നമുക്കിന്ന് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പെസഹ അപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത് വച്ചിരിക്കുന്നതാണ്. 1 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് വച്ചിരിക്കുന്നതാണ്. അരിയുടെ പകുതി ഉഴുന്നാണ് എടുക്കേണ്ടത്. തേങ്ങ 1.5 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 തേങ്ങ. 4 തൊട്ട് 6 വരെ ചെറിയുള്ളി എടുക്കാം. 1/2 സ്പൂൺ ജീരകം, 4-5 വെളുത്തുള്ളി, ഉപ്പ്, പാകത്തിന് വെള്ളം. ആദ്യം നമുക്ക് ഈ പച്ചരിയും ഉഴുന്നും ഒരുപാട് വെള്ളം ചേർക്കാതെ ഇച്ചിരി കട്ടിയായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, നല്ല മയത്തിലരയണേ. ഇനി നമുക്ക് തേങ്ങാ മിശ്രിതം അരച്ചെടുക്കാം. ചെറിയുള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം തേങ്ങ കൂടി ഇട്ട് അരയ്ക്കണം. തേങ്ങ പച്ചരി അരയുന്ന അത്രയും നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഉഴുന്നരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി അരച്ചത് ചേർക്കാം. തേങ്ങാ മിശ്രിതം, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ എന്നല്ല പറയുന്നത്. ഇതൊട്ടും പുളിച്ചു പോകാൻ പാടില്ല. അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറിനിപ്പുറം നമുക്കിത് ചുട്ടെടുക്കണം. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഈ മാവ് പുളിക്കാതെ തന്നെ നമുക്ക് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടവിയിട്ട് ഒരു പകുതി ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റിനും 30 മിനിറ്റിനും ഇടയ്ക്ക് വേവുണ്ട്. ഒരു ഇഡലി പാത്രത്തിലോ അപ്പച്ചമ്പിലോ വെച്ച് പുഴുങ്ങിയെടുക്കാം. പെസഹ വ്യാഴാഴ്ച നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം ഇതിൻ്റെ നടുക്കൊരു കുരിശ് കൂടി ഉണ്ടാക്കും. വെഞ്ചരിച്ച് കുരുത്തോളിൽ നിന്ന് ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്ത് ഇതിന് നടുക്കൊരു കുരിശ് ഉണ്ടാക്കും. അത് പെസഹ വ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്കത് ഉണ്ടാക്കാനുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ അത് ചെയ്യുന്നില്ല. ഇതെല്ലാവരും കാണിക്കാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുക്കാം. കുരിശപ്പം നമ്മൾ ഒരെണ്ണേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ ഇതുപോലെ വാഴയില വാട്ടിയെടുത്ത് അതിലുണ്ടാക്കും. വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാക്കത്തുള്ളൂ. എൻ്റെ അമ്മയും വല്യമ്മയൊക്കെ ഇതുണ്ടാക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് അരി വെള്ളത്തിലിടുമ്പം മുതൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. വളരെ ഭക്തിപൂർവ്വം നല്ല വൃത്തിയായിട്ടും ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് പെസഹ പാലുണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ 1/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ. അത് കുറുക്കിയില്ല. 1 മുറി തേങ്ങയുടെ പാല്, 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 1/4 സ്പൂൺ ജീരകം, കുറച്ച് ചുക്ക്, 4 ഏലക്ക, ഉപ്പ്. ഒരു പാനിലേക്ക് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് കുറുക്കം കിട്ടാൻ വേണ്ടിയാണ്. കുറുക്കം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അരിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ശർക്കര വെള്ളം ചേർക്കാം.
ചതച്ച് വച്ചിരിക്കുന്ന ഏലക്ക, ജീരകം, ചുക്ക് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കുറുക്കിയെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അരിപ്പൊടി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. ഈ കുറുക്കുമായിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പാൽ റെഡിയായിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ച നമ്മൾ പാലുണ്ടാക്കുമ്പം വെഞ്ചരിച്ച കുരുത്തോല കൂടി ചേർക്കും. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കര കൂടുതൽ ചേർക്കാം. കുറുക്കം കൂടുതൽ വേണ്ടവർക്ക് അരിപ്പൊടി കൂടുതൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ പെസഹ കുരിശപ്പവും ഇൻട്രിയപ്പവും പാലും റെഡിയായിട്ടുണ്ട്. ഞാൻ ഈ വ്യാഴാഴ്ച കുരിശ് അപ്പം ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പലരും റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഇന്നിട്ടതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ആശംസകൾ.